ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമായ മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നല്ലവരായ ഈ സ്ഥാപനവുമായി സഹകരിച്ചു പോകുന്ന വ്യക്തികളെ, അസ്സലാമു അലൈക്കും. ഇപ്പം മുഹമ്മദ് അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ 1969-70 കാലഘട്ടത്തിൽ സയദിയയുടെ 70-71 കാലഘട്ടത്തിൽ സയദിയ ജാമിയ സയദിയ അറബിയ എന്ന സ്ഥാപനത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ അവിടുത്തെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു ഞാനും എൻ്റെ സഹോദരനും മുഹമ്മദ് അബ്ദുൽ ഖാദറും ഉൾപ്പെടെയുള്ള കുറച്ച് ചുരുക്കം ചില വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് അത് CM മുഹമ്മദ് അബ്ദുൽ ഖാദറിൻ്റെ ഭാര്യാപിതാവായ CM ഉസ്താദിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയത്. അന്ന് സഅദിയ എന്ന സ്ഥാപനം ഇത്ര വലിയൊരു സ്ഥാപനമായി മാറുമെന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു മദ്രസ ദർസ് രീതിയിലുള്ളൊരു പഠന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിൽ പോയി വൈകുന്നേരം മഗ്‌രിബ് സമയത്ത് മഗ്‌രിബ് മുതൽ ഏകദേശം 9 മണി വരെ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന CM ഉസ്താദ് പിന്നീട് അത് വലിയൊരു സ്ഥാപനമായി മാറിയത്. അതേപോലെ സഅദിയയിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മാറിക്കൊണ്ടുപോയി MIC സ്ഥാപിക്കുകയും അതും ഇന്ന് വലിയൊരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ അതിൻ്റെ പിന്നിലും വന്ന് പ്രവർത്തിച്ചത് മുഹമ്മദ് അബ്ദുൽ ഖാദർ കൂടി ഉണ്ടായിരുന്നു എന്നത് എനിക്കറിയാവുന്ന വസ്തുതയാണ്. പിന്നീട് 15 വർഷങ്ങൾക്ക് അപ്പുറം അൽ നൂർ ഇസ്ലാമിക് അക്കാഡമി എന്ന സ്ഥാപനം ആരംഭിച്ച് അത് നടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന ആലോചന അന്നും ഉണ്ടായിരുന്നു. ഇന്നും ഈ ഒറ്റക്ക് ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടു പോകുമെന്ന ചിന്താഗതി പലർക്കും ഉണ്ടാകുമായിരിക്കും. എന്നിരുന്നാലും ഇന്നത്തെ നിലയിൽ ഇപ്പം മനോഹരമായ ഒരു പുതിയ കെട്ടിടം കൂടി നിർമ്മിച്ചുകൊണ്ട് 3 വർഷം ഹിഫ്ളും 6 വർഷം മറ്റ് മതപഠന വിദ്യാഭ്യാസവും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇത് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പിൻബലത്തിൽ മാത്രം പോകുന്ന ഒരു സ്ഥാപനമാണ്. വലിയൊരു സാമ്പത്തിക സ്രോതസ്സോ ഇല്ലെങ്കിൽ പിന്തുണയോ ഇല്ലാതെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ ഭാരിച്ച ചെലവ് വരുന്നൊരു വസ്തുതയാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പല പരിമിതികളും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ആ പരിമിതികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ മുഹമ്മദ് അബ്ദുൽ ഖാദറിന് സാധിച്ചത്. അതിൻ്റെ ഇടയിൽ പല വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും, ആരോപണങ്ങളും മറ്റും ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ളൊരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് വളർന്ന് വലുതായി പന്തലിച്ച് ഒരുപക്ഷെ വലിയൊരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ അതിന് സാധിക്കും. അത് അല്ലാഹു അതിന് ഉള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന പല സ്ഥാപനങ്ങളും ഞാൻ പറഞ്ഞ പോലെ 70കളിൽ ആരംഭിച്ച സഅദിയ വലിയൊരു സ്ഥാപനമായി മാറിയെങ്കിലും അതിൻ്റെ ആദ്യഘട്ടത്തിൽ സമസ്തയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന AP ഉസ്താദ് പിന്നീട് ആരംഭിച്ച മർക്കസ് എന്ന സ്ഥാപനം ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആരും അന്ന് ആലോചിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സ്ഥാപനം ഇത്ര വലിയ. അപ്പോൾ MA ഉസ്താദ് പലപ്പോഴും പറയുമായിരുന്നു, അറബികൾ ആദ്യഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നത്, ഇതിന് സംഭാവന നൽകാൻ വന്നുകൊണ്ടിരുന്നത് മംഗലാപുരം എയർപോർട്ട് ഉണ്ടായതുകൊണ്ട് മംഗലാപുരം വന്ന് അതിൻ്റെ ഇടയിലാണ് കോഴിക്കോട് എയർപോർട്ടായത്. കോഴിക്കോട് എയർപോർട്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം മറ്റും കൊണ്ട് സമ്പന്നരായ വ്യക്തികളെ ആകർഷിക്കാൻ കോഴിക്കോടേക്ക് സാധിച്ചുകൊണ്ടാണ് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് മർക്കസ് വലിയൊരു സ്ഥാപനമായി ഇപ്പോൾ
വർക്കേഴ്സ് നോളജ് സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു അഭിമാനിക്കാൻ, ഏത് ഗ്രൂപ്പായിക്കോട്ടെ എന്നിരുന്നാലും അഭിമാനിക്കാൻ എല്ലാവർക്കും, മുസ്ലിം സമുദായത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിലും വലിയതായി ഇപ്പോൾ സംസ്ഥയുടെ കീഴിലുള്ള മറ്റേ പേര് ചെമ്മാട് ദാറുൽ ഹുദ, അതും വളർന്ന് വലിയൊരു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ദാറുൽ ഹുദയും വലിയൊരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ ഒരു സ്ഥാപനമായി ഈ സ്ഥാപനവും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.